ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരള മോഡൽ ലോക ശ്രദ്ധ നേടി. സർക്കാരിന് ജനപക്ഷ നയങ്ങൾ നാടിന്റെ പുരോഗതിക്ക് രൂപരേഖ ഉണ്ടാക്കും മുഖ്യമന്ത്രി. കേരള മോഡൽ ലോക ശ്രദ്ധ നേടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുമായി സംവദിച്ചാണ് LDF സർക്കാർ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നത്. ജനപക്ഷ നയങ്ങളാണ് കേരളത്തെ ഉയർന്ന നിലവാരത്തിലുള്ള നാടായി മാറ്റിയത്. സർക്കാരിന് ജനപക്ഷ നയങ്ങളാണുള്ളതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യത്തിന്റെ പുതിയ മാതൃക സമ്മാനിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം സിറ്റിസൺസ് പ്രോഗ്രാം എന്ന പേരിൽ നവകേരള വികസന ക്ഷേമ പരിപാടി നടപ്പാക്കും. കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും കരുത്തും ദിശാബോധവും സമ്മാനിക്കും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. ജനങ്ങൾക്ക് പറയുവാനുള്ളത് കേൾക്കും. സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. വരുംകാല നാടിന്റെ പുരോഗതിക്ക് രൂപരേഖ ഉണ്ടാക്കും. സന്നദ്ധ പ്രവർത്തകർ വീടുകൾ തോറും എത്തി വിവരശേഖരണം നടത്തും. നവകേരള നിർമ്മിതിയിൽ ഏറെ മുന്നേറുവാൻ സർക്കാരിനായി ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വീടുകൾ തോറും വിവരശേഖരണം നടത്തും. ക്രോഡീകരിച്ച റിപ്പോർട്ട് ശുപാർശ സഹിതം സമർപ്പിക്കും. വാർഡുകൾ തോറും വീടുകൾ കയറിയാണ് വിവരശേഖരണം നടത്തുകയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കൂടാതെ ജനങ്ങളിൽ നിന്നും ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് പരാതികൾക്ക് പരിഹാരം കാണുവാൻ സിറ്റിസൺ കണക്ട് പ്രവർത്തനം ആരംഭിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. OJ ജനേഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷനില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത്. സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയുടെ പേരായിരുന്നു സജീവമായി പരിഗണിച്ചത്. എങ്കിലും ഒടുവിൽ OJ ജനീഷിലേക്ക് എത്തുകയായിരുന്നു. ഷാഫി പറമ്പിൽ മുന്നോട്ട് വച്ച പേരായിരുന്നു OJ ജനീഷിന്റേത്. യൂത്ത് കോൺഗ്രസിലെ നിലവിലെ സംസ്ഥാന ഭാരവാഹികളിൽ നിന്നും തന്നെ അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്ന അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി ആയിരുന്നു OJ ജനേഷ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് തൃശൂർ ജില്ലാ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായും OJ ജനേഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ മോഷണം, റാന്നി കോടതിയിൽ FIR സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ FIR സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. പത്തനംതിട്ട റാന്നി കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 FIRകളും സമർപ്പിച്ചത്. പ്രതികൾക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. ശബരിമലയുടെ പരിധിയിലുള്ള കോടതി ആയതിനാലാണ് റാന്നിയിൽ FIR സമർപ്പിച്ചത്. സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ രാവിലെ പ്രത്യേക സംഘം പരിശോധന നടത്തി. സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. ഇയാൾ പോറ്റിയുടെ സുഹൃത്ത് കൂടിയാണ്. ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ ദിവസങ്ങളോളം സൂക്ഷിച്ചിരുന്നത് ഹൈദരാബാദിലുള്ള നാഗേഷിന്റെ സ്ഥാപനത്തിലായിരുന്നു. അവിടെ വച്ചാണ് പാളിക്ക് 4.5 കിലോയോളം വ്യത്യാസമുണ്ടാകുന്നതും. വീഴ്ച വരുത്തിയ ദേവസ്വം ഗോൾഡ് സ്മിത്തിനെ സസ്പെൻഡ് ചെയ്യുവാനും നീക്കമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി. ആദ്യ പരിപാടി ഒക്ടോബർ 16 ബഹ്റൈനിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി. ഒക്ടോബർ 15 മുതൽ നവംബർ 9 വരെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം. വിദേശകാര്യ മന്ത്രാലയമാണ് അനുമതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അനുമതി കിട്ടുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അനുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വരട്ടെ, നോക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ചതായി കേന്ദ്രം അറിയിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അനുമതി നേടിയിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം ആരംഭിക്കുക. 16 ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. പ്രവാസികൾക്കായി ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങളും പുതിയ പദ്ധതികളും വിശദീകരിക്കുക, നോർക്ക മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ബഹ്റൈനിൽ നിന്നും സൌദിയിലേക്ക് പോകുവാനായിരുന്നു തീരുമാനം. 17 ദമാമിലും 18 ജിദ്ദയിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 24-25 തീയതികളിൽ ഒമാനിലെ മസ്കത്ത്, സലാല എന്നിവിടങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും 30 ഖത്തർ സന്ദർശിക്കുവാനുമാണ് പരിപാടി. നവംബർ 7 കുവൈത്തിലും 9 അബുദാബിയിലും പരിപാടി നിശ്ചയിച്ചിരുന്നു. മകനെതിരായ ED നോട്ടീസ്, MA ബേബിയുടെ പ്രതികരണം, വസ്തുതകൾ മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി. മകൻ വിവേക് കിരണിനെതിരായ ED നോട്ടീസിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ പ്രതികരണം വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ളതാണെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം വാർത്തകൾ കണ്ട് പ്രതികരിച്ചതായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകന് എതിരായ ED നോട്ടീസ് ഒരു അടിസ്ഥാനവുമില്ലാത്ത നോട്ടീസ് എന്നായിരുന്നു ചെന്നൈയിൽ പാർട്ടി പരിപാടിക്കെത്തിയ MA ബേബി പ്രതികരിച്ചിരുന്നത്.
ഇ ഡി നോട്ടീസ് അയച്ച് പേടിപ്പിക്കുവാനാണ് നോക്കിയത്. ഇ ഡി ബി.ജെ.പി. സർക്കാരിന്റെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റാണെന്നും വസ്തുതകൾ ഇല്ലാത്ത നോട്ടീസാണിതെന്നും നോട്ടീസ് അയച്ചിട്ട് അതിൽ അവർക്ക് തന്നെ പിന്നീട് കഴമ്പില്ലെന്ന് കണ്ട് പിൻവലിക്കേണ്ടി വന്നതാണെന്നായിരുന്നു ബേബിയുടെ പ്രതികരണം. അതേസമയം ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മകന് സമൻസ് ലഭിച്ചിട്ടില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. ചിലർക്ക് ഇതൊക്കെ കേൾക്കുവാൻ പ്രത്യേക താൽപര്യമാണ്. മകൻ അത്തരം സമൻസ് കൈപ്പറ്റിയതായി തന്നോട് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് തന്റെ സുതാര്യവും കളങ്കരഹിതവുമായ പൊതുജീവിതത്തെ കരിവാരി തേക്കുന്നതിലാണ്. 10 കൊല്ലത്തെ ഭരണത്തിൽ അഭിമാനിക്കുവാൻ ഏറെയുണ്ട്. ഉന്നത തലങ്ങളിലെ അഴിമതി പൂർണ്ണമായും അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഏജൻസികളെ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചാൽ വില പോകില്ല. ഏജൻസികളെ കൊണ്ടുവന്ന ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചു. തന്റെ മകനെ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. എവിടെയെങ്കിലും നിങ്ങൾ അവനെ കണ്ടോ? ക്ലിഫ് ഹൌസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അവനറിയുമോ എന്ന് സംശയമാണ്. മകൻ ഒരു അധികാര ഇടനാഴിയിലും വരുന്നയാളല്ല. തന്റെ മകൻ മര്യാദയ്ക്കുള്ള ജോലി ചെയ്താണ് പ്രവർത്തിക്കുന്നത്. മകനെ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് വിവാദം ഉണ്ടാകുമോ? അതുകൊണ്ടൊക്കെ ഞാൻ പേടിക്കുമോ? മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേകമായ അഭിമാനമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നവ്യ നായർ, സൗബിൻ ഷാഹിർ, റത്തീന ചിത്രം പാതിരാത്രി ഓഡിയോ ലോഞ്ച്. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. നവ്യ നായർ, സൗബിൻ ഷാഹിർ, ആൻ അഗസ്റ്റ്യൻ, ആത്മീയ, റെന്നി അനിൽകുമാർ, സഹദേവൻ എന്നിവരും സംവിധായിക റത്തീന, രചയിതാവ് ഷാജി മാറാട എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. ഒക്ടോബർ 17-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ കെ.വി. അബ്ദുൽ നാസർ, ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഡ്രീം ബിഗ് ഫിലിംസ്. ടി-സീരീസ് ആണ് വമ്പൻ തുകയ്ക്ക് ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയത്. മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിന് ശേഷം റത്തീന സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണിത്. ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത നേടിയിരുന്നു. ആകാംക്ഷ നിറയ്ക്കുന്ന ഇൻവെസ്റ്റിഗേഷനോടൊപ്പം വൈകാരികമായി ഏറെ ആഴമുള്ള ഒരു കഥ കൂടി പറയുന്ന ചിത്രമാണിതെന്ന സൂചനയാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുക. ഒരു അർദ്ധരാത്രിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ക്രൈം ഡ്രാമ ത്രില്ലർ വികസിക്കുന്നതെന്ന സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട്. ജനീഷിന്റെ സർപ്രൈസ് എൻട്രി. ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തൻ യൂത്ത് കോൺഗ്രസ് തലപ്പത്തേക്ക് തൃശൂർക്കാരൻ. 2 മാസക്കാലമായി നാഥനില്ല കളരിയായി തുടർന്ന യൂത്ത് കോൺഗ്രസിന് ഒടുവിൽ നാഥനായിരിക്കുന്നു. സംഘടനാ തലപ്പത്തേക്ക് അബിൻ വർക്കി, കെ.എം. അഭിജിത്ത്, ബിനു ചുള്ളിക്കൽ എന്നീ പേരുകൾ ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഒടുവിൽ സർപ്രൈസ് എൻട്രി നടത്തിയിരിക്കുകയാണ് ഒ.ജെ. ജനീഷ്. തൃശൂർ മാള സ്വദേശിയാണ് ഒ.ജെ. ജനീഷ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ് ജനീഷ്. തൃശൂർ ജില്ലയിലെ പ്രവർത്തന മികവാണ് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റിയിലെ പല പരിപാടികളും തൃശൂർ ജില്ലയിലായിരുന്നു നടത്തിയത്. അന്ന് ഷാഫിയുടെ വിശ്വസ്തൻ കൂടിയായിരുന്നു ജനീഷ്. ഷാഫി പറമ്പിൽ തന്നെ മുന്നോട്ട് വെച്ച പേരായിരുന്നു ഒ.ജെ. ജനീഷിന്റേത്. അബിൻ വർക്കിക്കായി ഐ ഗ്രൂപ്പും കെ.എം. അഭിജിത്തിനായി എ ഗ്രൂപ്പും സമ്മർദ്ദം ശക്തമാക്കി എങ്കിലും വിലപ്പോയില്ല. ഒ.ജെ. ജനീഷ് എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയായിരുന്നു. ജനീഷിന്റെ തൃശൂർ ജില്ലയിലെ സംഘടനാ പാഠവും നേതൃത്വവും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ജനീഷ് കെഎസ്യുവിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ കെഎസ്യു യൂണിറ്റ് പ്രസിഡന്റായിരുന്നു. 2007-ൽ കെഎസ്യു മാള നിയോജക മണ്ഡലം പ്രസിഡന്റായും 2012-ൽ കെഎസ്യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2017 കെഎസ്യു തൃശൂർ ജില്ലാ പ്രസിഡന്റായി. 2020-23 വരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. അതേസമയം സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുവാനുള്ള നടപടിയുടെ നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതാണ് ഒന്ന്. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കുന്നത്. മറ്റൊന്ന് അബിൻ വർക്കി, കെ.എം. അഭിജിത്ത് എന്നിവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചതാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.